പറ, നീ എന്തിനാ ഇവിടെ വന്നേ? എന്നെ വാച്ച് ചെയ്യാനല്ലേ? അതിന് തന്നെ ഞാൻ വന്നത്. ഇതുവരെ ഞാൻ ചിന്തിച്ചത് ഇവിടെ വരണ്ടായിരുന്നു എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ തോന്നുന്നു ഞാൻ ഇവിടെ വന്നത് വളരെ നന്നായി എന്ന്. നീ ഇവിടെ വന്ന കാര്യം ഇതുവരെ തുടങ്ങിയിട്ട് പോലും ഇല്ലല്ലോ അബി. ഇല്ല, ചെയ്തില്ല. ഇനി ചെയ്യാനും പോകുന്നില്ല. അവളെ ഞാൻ ഡിവോഴ്സ് വാങ്ങില്ല. ഒന്നുമില്ലെങ്കിൽ അവളെന്നെ വിശ്വസിക്കുന്നെങ്കിലുണ്ട്. അതാണ് ലൈഫിൽ വേണ്ടത്. നിനക്കിപ്പോ അവളോട് സ്നേഹം തോന്നുന്നു. അവളാണ് ശരിയെന്ന് തോന്നുന്നു. ഞാൻ ആരുടെ നന്മയും തിന്മയും കുറിച്ചല്ല പറയുന്നത്. ഞാൻ എന്നെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവൾ എന്റെ ഭാര്യയാണെന്നോ നീ എന്റെ ഭാവി ഭാര്യയാണെന്നുള്ള കാര്യമൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും. ആരെയും ചതിക്കാൻ എന്നെ കൊണ്ടാവില്ല. അഥവാ ഒരാൾ എന്നോട് തെറ്റ് ചെയ്തു എന്ന് വെച്ച് അയാളോട് എനിക്ക് തെറ്റ് ചെയ്യാൻ പറ്റില്ല. അവളുടെ സമ്മതം ഇല്ലാതെ എനിക്ക് എന്തായാലും അവളെ നിന്ന് സൈൻ വാങ്ങാൻ പറ്റില്ല തന്നു. അതുകൊണ്ട് നീ എനിക്ക് തന്ന ഡിവോഴ്സ് പേപ്പർ ഞാൻ അവളിൽ നിന്ന് എൻ്റെ രീതിയിൽ ഡിവോഴ്സ് വാങ്ങിച്ചോളാം. എന്തായാലും നിന്റെ രീതി വേണം. രചന, ഈ അഭിയും പ്രിയ എന്താ ഇതുവരെ വരാത്തെ? അവർ പുറത്തുപോയി. വരുന്നുണ്ടാവും. ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു. ഇപ്പോ വരും. ആന്റി, ആന്റി എനിക്കെന്ന് ഈ ഡ്രസ്സില്ലേ, അത് നല്ല ഭംഗിയുണ്ട്. പക്ഷെ എനിക്ക് ഫിറ്റ് ആവുന്നില്ല. എന്റെ കയ്യിൽ നിന്റെ അളവുണ്ട്. ഞാൻ ആ അളവിലാ ഡ്രസ്സ് കൊണ്ടുവന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ പോയതിനു ശേഷം നീ ഈ വീട്ടിൽ ഒരു ജോലിയും ചെയ്തിട്ടില്ലെന്നാ. അല്ലേ മൈഥിലി? തിന്ന് വണ്ണം വെച്ച് വരികയല്ലേ? അയ്യോ ഇല്ല ഇല്ല, നീ കണ്ടില്ലേ, എന്റെ വണ്ണം കുറഞ്ഞിട്ടേ ഉള്ളൂ. ആവശ്യത്തിന് മാത്രമേ ഞാൻ ഫുഡ് കഴിക്കാറുള്ളൂ. പിന്നെ ജോലി, അത് ഞാൻ നേരത്തെ പോലെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെയും ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യേണ്ടാത്തതും. നിനക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള എന്ത് ജോലി എവിടെ ഉണ്ടായിരുന്നത്? അന്വേഷണം എന്നുവെച്ചാ എത്ര വലിയ ജോലിയാണെന്നറിയോ ആന്റി? എല്ലാവരുടെ മേലും കണ്ണുവെക്കണം, എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം, എല്ലാവരുടെയും പുറകെ നടന്ന് അവരെവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊക്കെ തിരക്കണ്ടേ. എന്നുവെച്ചാ ആന്റിക്ക് അറിയാത്തതൊക്കെ ഇപ്പൊ എനിക്കറിയാമെന്ന്. പറയട്ടെ എനിക്ക് എന്താ അറിയാവുന്നെന്ന്? എനിക്കിപ്പോ അറിയാം, അഭിയും പിന്നെ പ്രിയയും കൂടി ഇപ്പൊ എവിടെയാ പോയെന്ന്. അത് പിന്നെ മൈഥിലി, നീ ഒരു കാര്യം ചെയ്. ഈ ചുരിദാർ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ ഇത് രചനയ്ക്ക് കൊടുക്ക്. എന്നിട്ട് രചനയുടേത് നീ വാങ്ങ. അത് ശരി, ഇവിടെ വണ്ണം വെച്ചിട്ടുണ്ട്. പക്ഷേ അവർ രണ്ടുപേരും എവിടെ പോയി? അതെ ആന്റി, അവർ രണ്ടൊരു ഹോട്ടലിലേക്കാ പോയേ. അവർക്കെന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന്. ഹോട്ടലിലോ? അവിടെ എന്താ അത്യാവശ്യം? മൈഥിലി, നീ ഇന്ദു ആന്റിയോട് പറഞ്ഞില്ലല്ലോ ഹോളി നമ്മൾ നന്നായി ആഘോഷിച്ച കാര്യം? ഇല്ലല്ലോ ചേച്ചി, ഒരു മിനിറ്റ്. ഈ രാത്രിയില് അഭിയും പ്രിയയും കൂടെ ഹോട്ടലിൽ എന്തിനാ പോയത്? അത് ആന്റി എന്താന്നറിയോ, അഭിക്ക് പ്രിയയിൽ നിന്നും ഒരു പേപ്പറിൽ സൈൻ ചെയ്ത് വാങ്ങിക്കാനുണ്ട് അത്യാവശ്യമായിട്ട്. സൈൻ ചെയ്യാനോ? എന്റെ പൊന്നു മൈഥിലി, നീ എന്താ ഈ ചെയ്തത്? അഥവാ ആലി എങ്ങാനും അറിഞ്ഞാലോ? അവള് നിന്നോട് പറഞ്ഞ കാര്യം നീ എല്ലാവരോടും പോയി വിളമ്പിയെന്ന് അവള് നിന്നെ കൊന്നാളെ. മൈഥിലി, എന്താ ആലോചിക്കുന്നേ? ഏത് പേപ്പറിലാ സൈൻ ചെയ്യാൻ പോയത്? അത് ആന്റി എന്താണെന്നോ, ഒരു വലിയ ഇന്റർനാഷണൽ പ്രോജക്റ്റ് ആണ്. അപ്പോ അഭിയും പ്രിയയുമായിട്ടുള്ള ഡീലുണ്ടല്ലോ, അതിന്റെ ആവശ്യത്തിന് വേണ്ടി സൈൻ ചെയ്യിക്കാനാ കൊണ്ടുപോയത്. സൈൻ ചെയ്യാൻ വേണ്ടി? അതെ, ആ പേപ്പറിൽ പ്രിയയുടെ സൈൻ കിട്ടിയാലുണ്ടല്ലോ, പിന്നെ നമ്മുടെ അഭി ഒരു വലിയ ഇന്റർനാഷണൽ സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറും. ഓ, ആ പേപ്പർ. പ്രിയ വേണ്ട, ഇത് പിടിക്കും. സൈൻ ചെയ്യുന്നതിന് മുമ്പ് വായിച്ചു നോക്ക്. മിസ്റ്റർ അബി, നിങ്ങളും വായിച്ചു നോക്ക് പ്ലീസ്. മാർക്കറ്റിലുള്ളതിനേക്കാൾ 40% എക്സ്ട്രാ ഞങ്ങൾ തരുന്നത്. ഇപ്പൊ നമ്മളെ റിലേഷനും ബന്ധുക്കളെ പോലെ ആയില്ലേ? പിന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ചിലവൊരല്പം കൂടാൻ പോവാ. വീട്ടിലൊരു പുതിയ സ്റ്റാർ വരാൻ പോവുകയല്ലേ. ഇനി ചിലപ്പോ ലേഡി റോക്ക് സ്റ്റാർ ആണെങ്കിലോ ചിലവ് വീണ്ടും കൂടില്ലേ? പിന്നെ പെൺകുട്ടികളാവുമ്പോ അച്ഛനോടായിരിക്കും കൂടുതൽ പ്രിയം ഉണ്ടാവുക. അതുകൊണ്ട് അച്ഛൻ പെൺകുട്ടികളുടെ എല്ലാ ചെലവും നോക്കണം, എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കണം. ഇതാ മിസ്റ്റർ അബി. താങ്ക് യു ബോത്ത് ഓഫ് യു. നിങ്ങൾ വീണ്ടും ഞങ്ങളുമായി ഒരു പ്രോജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചില്ലേ? വിൽ മേക്ക് ഷുവർ ഞങ്ങൾ നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട്സ് തരും. ശരി, ഞങ്ങൾ ഇറങ്ങുന്നു. അപ്പോൾ നമുക്ക് കുഞ്ഞിന്റെ ബേബി ഷവറിന് മീറ്റ് ചെയ്യാം. ശരി ശരി അബി. ശരി, എന്ന് ഇറങ്ങട്ടെ. ഞാൻ പറഞ്ഞതെല്ലാം ഓർത്തിരിക്കുന്നു കേട്ടോ. വരും. എവിടെ പോവാ? എന്താ ഇനിയും ആരെങ്കിലും വരാനുണ്ടോ? അതല്ല, നിങ്ങള് ഇത്രയും വലിയൊരു കോൺട്രാക്ട് അല്ലേ സൈൻ ചെയ്തേ? അതുകൊണ്ട് സോ ഇറ്റ്സ് എ റീസൺ ടു സെലിബ്രേറ്റ്. നിങ്ങളല്ലേ പറഞ്ഞത് നമ്മൾ ഇപ്പോഴും ഭാര്യയും ഭർത്താവും എന്ന്? അപ്പൊ ഭർത്താവിന്റെ സന്തോഷം ഭാര്യയുടെ സന്തോഷം കൂടിയല്ലേ? അത് സെലിബ്രേറ്റ് ചെയ്യണ്ടേ?
ഇവളോട് ഇതെങ്ങനെയാ പറയുക? നമ്മുടെ ഈ ബന്ധം അവസാനിക്കാൻ പോവുകയാണെന്ന്. ഡിവോഴ്സ് ഞാൻ വാങ്ങും, പക്ഷേ എന്തായാലും ചതിയിലൂടെ എനിക്കൊന്നും വേണ്ട. ഒരുപാട് ചിന്തിക്കണ്ടെന്നേ. എനിക്കൊരു സെലിബ്രേഷനും വേണ്ട പ്രിയ. അങ്ങനെ പോവല്ലേ, ലെറ്റ്സ് സെലിബ്രേറ്റ്. വേണ്ട, എനിക്കൊരു മൂഡില്ല. എനിക്ക് മൂടുണ്ട്. ഞാനല്ലേ ബോസ്, അപ്പൊ ഞാൻ പറഞ്ഞാൽ അനുസരിക്കണ്ടേ? ലെറ്റ്സ് ഹാവ് എ ഡ്രിങ്ക്. ഹാർഡ് ഡ്രിങ്കോ? സോഫ്റ്റ് ഡ്രിങ്ക്. എക്സ്ക്യൂസ് മീ, മെനു പ്ലീസ്. 2 Jamaican punch. ഓക്കെ മാഡം. താങ്ക് ഗോഡ് എന്തെങ്കിലും കഴിക്കാൻ കിട്ടില്ല. എനിക്ക് വിശക്കുന്ന. എന്താ സൈൻ കിട്ടിയോ? ഇല്ല ആലിയ, പേപ്പറിൽ സൈൻ ചെയ്തില്ല. എനിക്ക് പേടിയുള്ളത് പോലെ തന്നെ സംഭവിച്ചു. അബി കൂറ് മാറിക്കളഞ്ഞു. അവൻ ചതിയിലൂടെ പ്രിയയുടെ സിഗ്നേച്ചർ വാങ്ങില്ല എന്ന് പറഞ്ഞു. എന്റെ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവസാനിച്ചു. എന്താ ഇത്? ഈ ചേട്ടൻ എന്താ പ്രശ്നം? എന്ത് ചതി? പ്രിയ ചേട്ടനോട് ചെയ്തതല്ലേ ചേട്ടനും ചെയ്യൂ. അത് തന്നെ. എന്താ അത് തന്നെ? നീ അവിടെ ഉണ്ടായിരുന്നല്ലേ? ലാസ്റ്റ് ടൈം നീ എന്തൊക്കെ പറഞ്ഞത്? ബ്ലാക്ക്മെയിൽ ചെയ്തു, ബ്ലാ 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 ബ്ലാ. നിനക്കൊന്നും കൃത്യസമയത്ത് ചെയ്യാൻ അറിയില്ല തനു. നീ പ്രിയയോട് ചെയ്ത 24 മണിക്കൂർ ചാലഞ്ച് ഉണ്ടല്ലോ, ഇങ്ങനെയാണെങ്കിൽ അത് നീ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നില്ല തനു. 24 മാസം എടുത്തിട്ടാലും നീയായിട്ട് ചേട്ടനെ സ്വന്തമാക്കാൻ പോകുന്നില്ല. നീ ചേട്ടന്റെ ഭാര്യയാകാൻ പോകുന്നില്ല തനു. ആലിയ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്താ ചെയ്യണ്ടെന്ന്. നീ ഞാൻ പറയുന്ന കേക്ക്. പ്രിയ ആ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിന്റെ അവസ്ഥ വളരെ മോശമാണ് തനു. എനിക്ക് അധികം നാൾ ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഈ സമയത്ത് എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഹെൽപ്പും എന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട തനു. മനസ്സിലായോ? ഒരു വശത്ത് ചേട്ടൻ, മറുവശത്ത് അവന്റെ പെങ്ങള്. എപ്പോ നോക്കിയാലും രണ്ടും എന്റെ തല തിന്നോണ്ടിരിക്കും. ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ ഈ പ്രിയ എന്റെ ജീവിതം നശിപ്പിക്കും. ഈ തനുവിന് ഇതും ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഇനി അവളെ എന്ത് ചെയ്യാനാ? ഇവള് കാരണം ഇനി ഒരുപക്ഷെ എന്റെ പ്ലാൻ മുഴുവൻ ഫെയിലായി പോകുന്ന തോന്നുന്നു. ഇങ്ങനൊരു മണ്ടി. മനുഷ്യനും മൃഗവും തമ്മിൽ ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മനുഷ്യൻ സമയവും സന്ദർഭവും നോക്കി സ്വയം നിയന്ത്രിക്കും. പക്ഷെ മൃഗം എങ്ങനെയാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും മൃഗം എന്നും മൃഗം തന്നെ ആയിരിക്കും. ആന്റിക്ക് എന്താ പറയാനുള്ളത്? ഞാൻ കരുതി ജയിലിൽ പോയി വന്നതിന് ശേഷം നിനക്ക് അല്പമെങ്കിലും ബുദ്ധി ഉദിച്ചിട്ടുണ്ടാകുമെന്ന്. പക്ഷേ ഇല്ല, ഇത്തവണ നിന്റെ ഉദ്ദേശം പഴയതിനേക്കാൾ അപകടകരമായി തോന്നുകയായിരിക്കും. മനുഷ്യത്വം ഇല്ലെങ്കിലും അല്പം നാണെങ്കിലും വേണ്ടേ നിനക്ക്? അഭി നിന്നെ വിശ്വസിച്ച് ഇവിടെ താമസിപ്പിച്ചപ്പോ നീ അവനെ നശിപ്പിക്കാൻ നോക്കുകയാണോ? എന്തുദ്ദേശിച്ചാ നീ ഇവിടെ വന്നേ? ആന്റി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇത്ര ഉച്ചത്തിൽ സംസാരിക്കുമ്പോ എനിക്ക് തലവേദനിക്കുന്നു. എന്താ ആന്റി മനസ്സിലാക്കാത്തത്? എന്നെയല്ല സഹായിച്ചത്, ഞാനാണ് സഹായിച്ചത്. ഈ വീട്ടിലെ ഭാവി മരുമകളുടെ കുഞ്ഞിനെ ഞാൻ രക്ഷിച്ചു. എന്നിട്ട് ഞാൻ പ്ലാൻ ചെയ്യാണെന്ന് പറയാണോ? നീ ഇതൊക്കെ ഈ വീട്ടിൽ കേറി പറ്റാൻ വേണ്ടിയല്ലേ ചെയ്തത്? ഇനി നീ ഇവിടെ എന്തൊക്കെയാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെന്നുള്ളത് ഞാൻ വഴിയെ കണ്ടുപിടിച്ചോളാം. പിന്നെ നീ എങ്ങനെയാണോ ഇവിടെ വന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് തിരിച്ചു പോകും. ആന്റി എന്റെ കാര്യം വിട്, എന്നിട്ട് സ്വന്തം കാര്യം ചിന്തിക്കൂ. എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് പറയുന്നത്? ആന്റി നിൽക്കുന്നതുണ്ടല്ലോ, അത് എന്റെ വീടാ. ആന്റിയുടെ അല്ല, ആന്റി അതിഥിയാണ്. ഇല്ല, ആക്ച്വലി ആന്റി അതിഥി എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ആന്റി ഇവിടുന്ന് പോയാലും വീണ്ടും റിട്ടേൺ ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് തന്നെ വരും. കാരണം എന്താന്ന് വെച്ചാൽ ആന്റിക്ക് വീടില്ല, വീട്ടുകാരില്ല. അതുകൊണ്ട് ആന്റി എവിടേക്ക് പോയാലും വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. നമ്മുടെ ഫാമിലി മാറ്റേഴ്സിലൊക്കെ ഇന്റർഫിയർ ചെയ്യും. ഒന്ന് ആലോചിച്ചോക്കെ, ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്കാണോ നാണം വരേണ്ടത്? ആന്റിക്കല്ലേ കുറച്ചെങ്കിലും നാണം വരേണ്ടത്? എന്താന്നറിയോ, ഇനി എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന കാര്യം വല്ലതും പറഞ്ഞുകൊണ്ട് വന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, എന്നെ ഒരുപാട് അങ്ങ് ശല്യം ചെയ്താൽ ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ടും ചെയ്യും ആന്റി. ഞാനൊരു പെർമനന്റ് ടിക്കറ്റ് അങ്ങ് എടുത്തു തരാം ആന്റിക്ക്. അങ്ങനല്ല ആലിയ, മറ്റുള്ളവർക്ക് വേണ്ടി ഒരാൾ ഒരു കുഴി കുഴിച്ചാ അയാൾ തന്നെ ആ കുഴിയിൽ വീഴും. അങ്ങനത്തെ ഒരു സ്വഭാവാ നീ ഇപ്പൊ കാണിക്കുന്നത്. ആ സ്വഭാവത്തിന് ഞാനൊരു മറുപടി തന്നില്ലെങ്കിൽ എന്റെ പേര് ഇന്ദു എന്നല്ല. ഇത്തവണ ഞാൻ തന്നെ നിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പോവാ. എന്റെ ശ്രദ്ധയ്ക്ക് നിന്റെ കുരുട്ടു ബുദ്ധിയേക്കാൾ നല്ല വേഗതയുണ്ട്. മനസ്സിലായോ?
Cheers. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്താന്നറിയില്ല, എന്തോ കുഴപ്പമുള്ള പോലെ തോന്നുന്നു. ഇത് മോക്ടെയിൽ അല്ലേ? ഇതിൽ 3 ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഉണ്ട്. അതാ ഇങ്ങനെ ഒരു ടേസ്റ്റ് തോന്നുന്നത്. നീ എന്തിനാ വീണ്ടും ഇങ്ങനെ നോക്കുന്നേ? നീ പെട്ടെന്ന് കുടിച്ചിട്ട് ഇറങ്ങാൻ നോക്ക്. എനിക്ക് വീട്ടിൽ പോണം. മതി നിന്റെ ഈ പാർട്ടിയൊക്കെ. കമോൺ. ഇത് ഹാർഡ് ഡ്രിങ്ക് അല്ലേ? ഇതാ സാർ മോക്ടെയിൽ ജ്യൂസ്. ഇത് മോക്ടെയിൽ ജ്യൂസ് ആണെങ്കിൽ പിന്നെ ഇതെന്താ? സോറി സാർ, ഇത് ടേബിൾ നമ്പർ 3യുടെ ഡ്രിങ്ക്സ് ആണ്. ഇത് വോഡ്കയാണ് സാർ. അറിയാതെ മാറിപ്പോയതാണ്. നിങ്ങൾ അറിയാതെ ഇവളെ കള്ളു കുടിപ്പിച്ചോ? അതും ഇത്രയും വലിയ പെഗ്? കറക്റ്റാ നിങ്ങൾ പറഞ്ഞത്. കറക്റ്റ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാ. ഇതില് 3 ഫ്ലേവേഴ്സ് ഉണ്ട്. 3 ലവ്, ഹേറ്റ്രഡ്, ഇമോഷൻ. എന്റെ ഫേവറേറ്റ് ഡ്രിങ്ക് അല്ലേ? ഐ എം റിയലി സോറി സാർ, ഇതെന്റെ ജൂനിയേഴ്സിനെ പറ്റിയ മിസ്റ്റേക്ക് ആണ്. അവര് ജൂനിയർ ആണെങ്കിൽ നിങ്ങൾ സീനിയർ അല്ലേ? നിങ്ങൾ എന്തിനാ വെറുതെ ജൂനിയറിനെ പോലെ പെരുമാറുന്നത്? തീരെ ബുദ്ധിയില്ലാതെ. സോറി സാർ, എനിക്കെതിരായി കംപ്ലൈന്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ എന്റെ ജോലി പോകും. ഇനി നിങ്ങൾ ഇവിടെ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ഔട്ട് സാർ. ഏയ്, എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കാണാൻ നല്ല ഹാൻഡ്സം ആയിട്ടുണ്ട്. ഇവിടെയുണ്ട്, ഇപ്പുറത്തുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. മതി 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 മതി. നീ ഒരു കാര്യം ചെയ്യും, ഇതുകൂടി എടുത്ത് കുടിക്കേ. അപ്പൊ എല്ലാം കാണാൻ പറ്റും. വേഗം 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 കുടിച്ചോ, വേഗം കുടിച്ചോ. ക്വിക്ക് ക്വിക്ക്. ഓക്കേ. ഇത് കൊള്ളില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നല്ലതാ, ഇതിന്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമാണല്ലേ. ഇമോഷൻസ് വട്ടാണോ ഇതുകൂടി കുടിച്ചിട്ട് നിനക്ക് എന്റെ തലയിൽ നിന്ന് ഡാൻസ് കളിക്കാനല്ലേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഇതാണ് കറക്റ്റ് ഡ്രിങ്ക്. ഞാൻ പേടിച്ചത് എന്താണോ അത് തന്നെ സംഭവിച്ചു. നീ എന്തായി കിടന്ന് കാണിക്കുന്നത്? എല്ലാവരും നോക്കുന്നത് കാണുന്നില്ലേ? ഇതെന്റെ 3D ഗ്ലാസാ. ഇതിലൂടെ നോക്കാൻ നല്ല രസാ. എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ 3D ഗ്ലാസ്. എല്ലാവരുടെയും കയ്യില്. എൻജോയ്. ഇപ്പൊ ഓർമ്മ വന്നു. നമ്മള് കണ്ട പ്രൊഡ്യൂസറിന്റെ ഭാര്യ ഉണ്ടല്ലോ, വൈഫ്. അവരെന്നോട് ചോദിക്കുക ഞാൻ പ്രഗ്നന്റ് അല്ലേന്ന്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒരുപാട് ശ്രദ്ധിക്കണമെന്ന്. അവരോട് എനിക്ക് പറയാൻ പറ്റിയില്ല, അങ്ങനൊന്നും നടക്കില്ലെന്ന്. നിനക്ക് പ്രഗ്നന്റ് ആവാൻ കഴിയില്ല? പ്രഗ്നന്റ് ആവാനൊക്കെ പറ്റും. പെർഫെക്റ്റ്. അതിന് മനസ്സിലുള്ള ആളെ അടുത്ത് കിട്ടിയാലല്ലേ പറ്റൂ. സിനിമ കഴിഞ്ഞു, എണീറ്റ് വാ, വീട്ടിൽ പോ. ഇല്ല, സിനിമ തീർന്നിട്ടില്ല. പാർട്ടി ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുണ്ട്. വേണ്ട വേണ്ട, ഇതേ ഡ്രിങ്ക് തന്നെ കൊണ്ടുവരൂ വേഗം. ഇയാൾ കൊണ്ടുവന്ന ഞാൻ ഈ റെസ്റ്റോറന്റ് വിളിക്കും. ഒരു 10 മിനിറ്റ് നമുക്ക് പോവാം. അതൊന്നും പറ്റില്ല. വാ, എനിക്ക് വാ. ഇവിടെ ഇരിക്കുന്നേ.
അബി എന്താ ചെയ്യുന്നേ? വിട്. ഞാൻ പറഞ്ഞ ചെയ്യാൻ നിനക്ക് വലിയ പ്രോബ്ലം, പക്ഷെ ഇതൊന്നും ചെയ്യാൻ നിനക്ക് ഒരു പ്രോബ്ലം ഇല്ലല്ലേ? എന്നോട് പറഞ്ഞത് പ്രിയ ചതിക്കാൻ കഴിയില്ലെന്ന്, എന്നിട്ട് ഇവിടെ ഇരുന്ന് റൊമാൻസ് ചെയ്യണോ നീ? നീ ഒന്ന് പോവോ? ഞാൻ എവിടെയും പോവില്ല. നീ ഈ പേപ്പറിൽ പ്രിയയുടെ ഒപ്പ് വാങ്ങുന്നത് വരെ ഞാൻ എവിടെയും പോവില്ല. ഇത്തവണ ഈ പേപ്പറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഞാൻ ഈ കുഞ്ഞിനെ മറ്റാർക്കെങ്കിലും കൊടുക്കും. പ്രഗ്നന്റ് ആയ തന്നെ ഇവിടെ വരൂ. നമുക്ക് ഇവിടെ ഒരുമിച്ചിരിക്കാന്നേ. ഒരുമിച്ചിരുന്ന് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. എന്തൊരു സന്തോഷാന്നോ നമ്മൾ 3 പേരിങ്ങനെ ഇരിക്കുമ്പോ. ഭർത്താവ്, ഭാര്യ, പിന്നെ അത് ഞാനല്ല, അത് ഇവളല്ലേ. ഞാൻ പറയുന്നത് ശരിയല്ലേ? നീ ഇവിടെ ഇരിക്കെ. നീ എന്നോടൊന്ന് വന്നേ. നമ്മുടെ പാർട്ടിയൊക്കെ തീർന്നു. നീ വന്നേ. നീ എന്തിനാ അവളുടെ അടുത്ത് വന്നേ? എന്തു പറ്റി? നിന്റെ പ്രൈവസി നഷ്ടായോ അതോ റൊമാൻസോ? Just shut up, തനു. ഞാൻ മിണ്ടാതിരുന്നിട്ട് എന്തിനാ? എന്റെ കണ്ണ് തുറന്നിരിക്കുക. ഇവിടെ നടക്കുന്ന എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് തന്നെ കാണാം. നീ കാണിച്ചതൊക്കെ അവൾക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ നീ പറഞ്ഞതൊക്കെ അവളും കേട്ട് കാണില്ലേ? പക്ഷെ അവൾക്ക് ബോധമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. പക്ഷെ എനിക്കല്ല മനസ്സിലായി. നിനക്ക് ഡിവോഴ്സ് വാങ്ങാനേ താല്പര്യമില്ല. നീ ഒരിക്കലും അത് ചെയ്യൂല്ല. തനു, നീ വീണ്ടും ഓരോന്ന് പറഞ്ഞു തുടങ്ങല്ലേ. പിന്നെ നീ അവസാനിപ്പിക്കല്ല. നീ ചതിയിലൂടെ സിഗ്നേച്ചർ വാങ്ങണ്ട. ശരിയാണ്, ഇപ്പൊ അവള് തന്നെ കള്ളു കുടിച്ച അബോധാവസ്ഥയിലാ. ഇനി സിഗ്നേച്ചർ വാങ്ങാലോ. നീയും സ്വയം മാറണ്ട. നിന്റെ ഈഗോയും ബാധിക്കില്ല അതൊന്നും. ഇതാ പേപ്പേഴ്സ്, നീ പോയിട്ട് സൈൻ വാങ്ങിക്കും. അവള് തന്നെ ഇപ്പൊ ഒരു വഴി കാണിച്ചു തന്നു. ഇനി ഒരു പ്രോബ്ലം ഉണ്ടാവാൻ പോകുന്നില്ല. തനു എന്തു പറ്റി? എനിക്ക് ബേബി കിക്ക് ചെയ്ത പോലെ തോന്നുന്നു. നീ ഓക്കേ അല്ലേ? സ്റ്റോപ്പ് ഇറ്റ് അബി. നീ വെറുതെ അഭിനയിക്കണ്ട. ശരിക്കും നിനക്ക് ഈ കുഞ്ഞിനെ കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ എപ്പോഴും സൈൻ വാങ്ങിയേനെ. പക്ഷെ ഞാൻ നിന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കണം. നമ്മുടെ കല്യാണം നടക്കണം. ഞാൻ നിന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോവാണ്. നീ അല്ലേ പറഞ്ഞേ എന്റെ സൈഡും അല്ല അവളുടെ സൈഡും അല്ല, സ്വന്തം സൈഡാണ്, നിന്നെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നൊക്കെ. അബേ, ഈ കുഞ്ഞിനെ കുറിച്ച് ആര് ചിന്തിക്കും? ഇതിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആര് ചിന്തിക്കും? ഇത് നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി നിനക്കിത് നിന്റെ റെസ്പോൺസിബിലിറ്റി അല്ല എന്ന് തോന്നുവാണെങ്കിൽ പിന്നെ ഇത് നിന്റെ കുഞ്ഞാണെന്ന് പറയാൻ പോലും നിനക്ക് അർഹതയില്ല. അല്ല, ഇവളിതോടെ പോയി. ഇനി വല്ല പ്രശ്നം ഉണ്ടായോ എന്തോ. എന്തു പറ്റി സാർ? അതെ, പിന്നെ എന്റെ വൈഫിന് ഇവിടെ എങ്ങനെ കണ്ടായിരുന്നോ? അവര് പുറത്തേക്ക് പോകുന്ന കണ്ടു. അവള് പുറത്തു പോയോ? ഹലോ, വണ്ടി ഇടിക്കുന്ന്. ആക്സിഡന്റ് ആവും. നീ മര്യാദയ്ക്ക് താഴോട്ട് ഇറങ്ങാൻ നോക്ക്. ഞാൻ വണ്ടി ഓടിക്കുന്ന കണ്ടില്ലേ? എനിക്ക് ആകാശത്ത് പോകാനുള്ളതാ. നീ പോക്കാണ് പോകുന്നെങ്കിലേ താമസിയാതെ ആകാശത്തോടെ തന്നെ പോകും. ഇല്ലില്ല, ഞാൻ മേഘങ്ങളുടെ അടുത്ത് പോവാ. വണ്ടി നിർത്താൻ പറ്റില്ല. ഇവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇങ്ങോട്ട് പോടി. ദിനക്ക് ദിനദീം താന, ദിനക്ക് ദിനദീം താന, ദിനക്ക് ദിനദീം താന, ദീം താനന. പറന്നു വന്നു പൈങ്കിളി, വിരുന്നു വന്നു രാക്കിളി, ഒരുങ്ങി നിന്ന തേങ്കിളി, മൂന്നാം കിളി. ഇളവെയിലും കളിനിഴലിലും ഇവരൊരുമയാ കൂടുന്നിതാ.